ഹലോ, ഇന്നൊരു കൂർഗ് മിനി ട്രിപ്പ് വ്ളോഗാണ് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും തോൽപ്പെട്ടി വൈൽഡ് ലൈഫ് സാങ്ച്വറി കൂടെ ഇങ്ങനെ വന്നിട്ട് നമ്മൾ കൂർഗിലെത്തിയിട്ടോ. ഇതാട്ടോ നമ്മൾ നിൽക്കാൻ പോകുന്ന കോട്ടേഴ്സ്. ഇതാണ് ജമേബാനെ കോട്ടേഴ്സ് കേട്ടോ. ഈ കോട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് കാപ്പി മരങ്ങളാട്ടോ നിൽക്കുന്നതൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഇടയിലായിട്ടാണ് നമ്മൾ കോട്ടേഴ്സ് വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നമ്മളെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഫസ്റ്റ് പോയ സ്ഥലമാട്ടോ ഈ ഹലേറി വാട്ടർഫാൾസ്. അവിടെ പോയി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ പോയ സ്ഥലമാണ് ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു പാർക്കിലേക്ക്. നമ്മളുടെ മടിക്കേരി കോട്ടേഴ്സിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഇതും വന്നിരിക്കുന്നത്. കണ്ടില്ലേ ഞങ്ങളുടെ ധൈര്യം കണ്ടോ? ഈ പോകുന്ന ഊഞ്ഞാൽ കണ്ടോ? ഇതിങ്ങനെ കൊണ്ടുപോയിട്ട് നമ്മളൊരു സ്ഥലത്ത് കൊണ്ടുപോയി അങ്ങ് നിർത്തും. അങ്ങ് നിർത്തിയാൽ നമ്മൾ വിചാരിക്കും അതങ്ങ് കഴിഞ്ഞ്. തീർന്നില്ല, അതങ്ങ് കഴിഞ്ഞിട്ട് ഇനി ഒരു ഇടലുണ്ട്. ഇപ്പം കാണിച്ചു തരാം കേട്ടാ. കണ്ടോട്ടേ, ദേ പോയി ഇതാ വന്നു. അങ്ങനെ ഞങ്ങളുടെ ധൈര്യമൊക്കെ സമ്മതിച്ച് അതിന് ശേഷം ഞങ്ങൾ നേരെ ഞങ്ങളുടെ കോട്ടേഴ്സിലേക്ക് തിരിച്ചെത്തിയിട്ടോ. അങ്ങനെ ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് എല്ലാവരും നന്നായി ചില്ലൗട്ട് ചെയ്തു. പിള്ളേരൊക്കെ അടിപൊളിയായി കളിച്ചു. കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ കൂർക്കാൻ വിളിച്ചുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴാണ് നമ്മൾ കോട്ടേഴ്സിൻ്റെ ഭംഗി കാണുന്നത്. ഫുള്ള് മഞ്ഞ് മൂടിക്കെടുക്കുക കേട്ടോ. നമ്മളുടെ കോഫി തോട്ടം അങ്ങ് മഞ്ഞ് മൂടിയിട്ട് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പോയത് നമ്മളുടെ ഫസ്റ്റ് ട്രിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മണ്ടൽപ്പെട്ടി പീക്കിലേക്കാട്ടോ പോകുന്നത്. അപ്പോൾ അതൊരു ജീപ്പ് ട്രക്കിംഗ് ആയിരുന്നു കേട്ടോ. ജീപ്പ് ട്രക്കിങ്ങിൽ നമ്മളെല്ലാവരും ഇത് ഇങ്ങനെ കുലുങ്ങി ആടി പാട്ട് പാടിയിട്ടൊക്കെ നമ്മളുടെ മണ്ടൽപ്പെട്ട് പീക്കിലേക്ക് എത്തി. ഇതേ നമ്മളെല്ലാവരും കുലുങ്ങി ഒരു വിധത്തിൽ നമ്മൾ ഇറങ്ങി ഇതെങ്ങനെ കുന്ന് കയറാണ് കേട്ടോ. അങ്ങനെ കുന്ന് കയറിയതിന് കാര്യം ഉണ്ടായിട്ടോ. നല്ല അടിപൊളിയായിരുന്നു. നമ്മളുടെ മൗണ്ടൻസൊക്കെ മഞ്ഞ് മൂടി കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പോയ സ്പോട്ടാണ് കോട്ടയം അബേ വാട്ടർഫാൾസ്. ഇതൊന്നും പറയാനില്ല. ഈ വാട്ടർഫാൾസിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞിട്ടേ. ഇവിടെ കുറച്ച് ആൾക്കാരെ കണ്ടോ. ഇവന്മാർക്ക് നമ്മളിങ്ങനെ ഫുഡ് ഇട്ട് കൊടുക്കുമ്പോൾ ഇവന്മാർ കൂട്ടത്തോടെ വന്നിട്ട് ഇങ്ങനെ അമ്മന്ന് കഴിക്കും. വാട്ടർഫാളിനെക്കാട്ടും കൂടുതൽ എല്ലാവരും അവിടെ ഫോക്കസ് ചെയ്തിരുന്നത് ഇവന്മാരായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇതെല്ലാം അങ്ങനെ ആസ്വദിച്ച് പിന്നെ പോയ സ്ഥലമാണ് നമ്മൾ നിസർഗധാമ വൈൽഡ് ലൈഫ് സാങ്ച്വറി കേട്ടോ. ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് പാർക്കും കാര്യങ്ങളും ഉണ്ട്. അതേപോലെ കുറച്ച് അനിമൽസും ഉണ്ട് കേട്ടോ. നമ്മളെ പിള്ളേർക്ക് അനിമൽസിനൊക്കെ കാണണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പോയതാട്ടോ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിക്കുകയാണ്. അപ്പോൾ യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ സ്ട്രെസ്സെല്ലാം ഇറക്കി സന്തോഷത്തോടെ പോകാൻ പറ്റിയ ഒരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ കാണാം.